നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അരുൺ ചെറിയൻ മാമൻ. ഞാൻ സഞ്ജീവനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ആൻഡ് നിയോനറ്റോളജിസ്റ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റേബീസ് അല്ലെങ്കിൽ പേവിഷബാധയെക്കുറിച്ചും അത് എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചാണ്. ആദ്യമേ തന്നെ പറയുക, നമ്മുടെ വീട്ടിൽ നമുക്ക് പെറ്റ്സ് ഉണ്ട്. പട്ടിയാകട്ടെ പൂച്ചയാകട്ടെ. അപ്പോൾ ഈ പട്ടിയും പൂച്ചയുമാണ് ഏറ്റവും കൂടുതൽ റേബീസ് ഉണ്ടാക്കുന്ന മൃഗങ്ങൾ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പട്ടിക്കുഞ്ഞിനെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യമായി അതിനെ വാക്സിനേറ്റ് ചെയ്യണം, അത് റേബീസ് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമുക്ക് വെറ്ററിനറി ഡോക്ടേഴ്സ് ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ തരാറുണ്ട്. പപ്പിയെ മേടിച്ച് കഴിഞ്ഞാൽ, ഒരു പെറ്റിനെ മേടിച്ച് കഴിഞ്ഞാൽ അതിന് 30-ാം ദിവസം DP എന്ന് പറഞ്ഞ വാക്സിൻ എടുക്കും. ഡിസംബർ പാർവോ വൈറസ് വാക്സിൻ എടുക്കും. 45-ാം ദിവസം നമ്മൾ DHPPL, ഡിസംബർ ഹെപ്പറ്റൈറ്റിസ്, പാർവോ, പാര ഇൻഫ്ലുവൻസ, ലെപ്റ്റോസ്പൈറ എന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടി വാക്സിൻ എടുക്കും. 60-ാം ദിവസം കെനൈൻ കൊറോണ എന്ന വാക്സിൻ എടുക്കുകയും 70-ാം ദിവസം DHPPLന്റെ ബൂസ്റ്റർ ഡോസ് കൊടുക്കുകയും ചെയ്യും. പിന്നെ വരുന്നത് 90-ാം ദിവസവും 105-ാം ദിവസവും. പിന്നെ എവറി ഇയർ യു ഷുഡ് ഗിവ് ആൻറ്റി റേബീസ് വാക്സിൻ. അപ്പോൾ 90-ാം ദിവസമാണ് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് വീട്ടിൽ മേടിക്കുകയാണെങ്കിൽ, ഒരു പപ്പിയെ മേടിക്കുകയാണെങ്കിൽ, പൂച്ചയെ കുട്ടിയെ മേടിക്കുകയാണെങ്കിൽ 90-ാം ദിവസമാണ് ആൻറ്റി റേബീസ് വാക്സിൻ കൊടുക്കുന്നത്. പിന്നെ ഇയർലി ആൻറ്റി റേബീസ് വാക്സിൻ എടുക്കേണ്ടതാണ്. രണ്ടാമത് ഞാൻ കേൾക്കുന്ന ചോദ്യമാണ്, ഇപ്പം എന്നെ ഒരു പട്ടി കടിച്ചു, അല്ല എൻ്റെ വീട്ടിലെ പട്ടി തന്നെ കടിച്ചു, ഞാൻ വാക്സിൻ എടുക്കണം. നമുക്കറിയത്തില്ല നമ്മുടെ പട്ടിക്ക് റേബീസ് വന്നിട്ടുണ്ടോ ഇല്ലയോ. അപ്പോൾ അത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് നമ്മുടെ വൂണ്ട് വെച്ചാണ്. ഇപ്പോൾ എൻ്റെ ചെറുതായിട്ടൊന്ന് നക്കിയതേ ഉള്ളൂ, എൻ്റെ സ്കിൻ ഇൻടാക്റ്റ് ആണ്, കാറ്റഗറി 1 എന്ന് പറയും. കാറ്റഗറി 2 എന്ന് വെച്ചാൽ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. കാറ്റഗറി 3 ബൈറ്റ് എന്ന് വെച്ചാൽ ബ്ലഡ് കണ്ടാൽ കാറ്റഗറി 3 ആണ്. അപ്പോൾ അതിനെ എന്തിനാണ് നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്? കാറ്റഗറി 1 ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് വാഷ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. കാറ്റഗറി 2 ആണെങ്കിൽ വാക്സിൻ മാത്രം എടുത്താൽ മതി. കാറ്റഗറി 3 ആണെങ്കിൽ നമ്മൾ വാക്സിനും വേറൊരു ഇഞ്ചക്ഷൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പോൾ വാക്സിൻ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഷെഡ്യൂൾ 0, 3, 7, 14, 28 അങ്ങനെയാണ് നമ്മൾ വാക്സിൻ കൊടുക്കുന്നത്. ഈ ദിവസങ്ങളെല്ലാം വാക്സിൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം എനിക്ക് കേൾക്കുന്നത്, ഡോക്ടറെ ഇത് കൊണ്ട് സൈഡ് ഇഫക്റ്റ് ഉണ്ടോ? കുഞ്ഞുങ്ങൾ മെലിഞ്ഞു പോകുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പണ്ട് നമ്മൾ പറയും വാക്സിൻ എടുക്കുമ്പോൾ പത്തിയൊക്കെ എടുക്കണം, നാട്ടുകാർ പറയും. പത്തി എടുക്കേണ്ട ഒരു കാര്യമില്ല. പത്തി എടുക്കുമ്പോൾ എന്ത് പറ്റും? നമ്മളൊന്ന് ആലോചിച്ചേ. ഈ 0, 3, 7, 28 28-ാം ദിവസം കൊണ്ടാണ് ഈ വാക്സിനേഷൻ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഒരു കൊച്ചിന് ഇറച്ചി, മുട്ട, മീൻ, നാരങ്ങ അതൊന്നും കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായി അവൻ മെലിഞ്ഞു പോകും. അപ്പം പറയും ഉടനെ വാക്സിൻ എടുത്തതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് കുഞ്ഞങ്ങ് മെലിഞ്ഞു പോയി. അപ്പോൾ പത്തി നോക്കേണ്ട കാര്യമില്ല. രണ്ടാമത് ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ഞങ്ങൾ പാല് മേടിക്കുന്ന പശുവിനെ പേപ്പട്ടി കടിച്ചു, ആ പാല് കുടിച്ച് ഞങ്ങൾക്ക് പേവിഷബാധ ഉണ്ടാകുമോ? ഇല്ല, ഒരിക്കലും അങ്ങനെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മൂന്നാമത്, ഇത് വരാതിരിക്കാൻ നമുക്ക് നേരത്തെ വാക്സിൻ എടുക്കാൻ പറ്റുമോ? പറ്റും. അതിനാണ് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിൻ എന്ന് പറയുന്നത്. ഇതേ വാക്സിൻ തന്നെ നമ്മൾ 0th ഡേ, 7th ഡേ, 28 ഡേയ്സ് 3 ഡോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പേവിഷബാധയുള്ള പട്ടി കടിച്ചാൽ 2 ഇഞ്ചക്ഷൻ മാത്രമേ എടുക്കേണ്ടി ആവശ്യകതയുള്ളൂ. നാലാമത് എനിക്ക് കിട്ടുന്ന ചോദ്യമാണ്, ഇപ്പം ഞാൻ വാക്സിനേഷൻ എടുത്തു, 3 മാസത്തിനുള്ളിൽ എന്നെ ഒരു പട്ടി കടിച്ചു, ഞാൻ വാക്സിൻ എടുക്കണോ? വേണ്ട, വാക്സിൻ എടുക്കേണ്ട കാര്യമില്ല. 3 മാസം കഴിഞ്ഞ് കടിക്കുകയാണെങ്കിൽ ഞാൻ 2 ഡോസെങ്കിലും എടുക്കണം. 0th ഡേയും 3rd ഡേയും എടുക്കേണ്ടതാണ്. പിന്നെ ഏറ്റവും വലിയ കൺഫ്യൂഷനാണ്, ഈ വലിയ വൂണ്ടൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അതിന് ചുറ്റും ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യും. അത് വാക്സിൻ അല്ല, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയും. അപ്പോൾ അത് എടുക്കുന്ന മുമ്പേ നമ്മൾ കൺസെൻ്റ് ഒക്കെ സൈൻ ചെയ്യണം ഹോസ്പിറ്റലിൽ. എന്ന് വെച്ചാൽ ഇത് തലകറക്കം വരാം, BP കുറയാം. അപ്പം അതിനെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയും. അപ്പോൾ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അതെ. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ERIG, ഇക്വൈൻ റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അത് ഹോഴ്സിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വാക്സിൻ. അതിനാണ് സൈഡ് എഫക്റ്റ് ഇച്ചിരി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഹ്യൂമൻ റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഹ്യൂമൻ സെൽസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്. അതിന് സൈഡ് എഫക്റ്റ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന റേബീസ് മോണോക്ലോണൽ ആന്റിബോഡി, ARMAB എന്ന് പറയും. അതിന് സൈഡ് എഫക്റ്റ് വളരെ കുറവാണ്. അപ്പോൾ അത് നമ്മൾ എന്തിനാണ് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത്? നമ്മുടെ കടിച്ച ഒരു ഭാഗത്ത് നമ്മൾ ഇൻഫിൽട്രേറ്റ് എന്ന് വെച്ചാൽ, ഈ ഒരു വാക്സിൻ എടുത്താൽ അത് 7 ദിവസമെങ്കിലും എടുക്കും നമ്മുടെ ശരീരത്തിൽ പ്രതിരോധശേഷി ഉണ്ടാകാൻ. ഈ 7 ദിവസം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇതാണ് ഏറ്റവും വലിയ സാധനം, ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി എന്നോട് ചോദിച്ച ചോദ്യങ്ങളും. സോ ദിസ് ഇസ് എ വീഡിയോ ജസ്റ്റ് ടു ക്രിയേറ്റ് അവയർനെസ് ടു ഓൾ ദ പീപ്പിൾ. താങ്ക് യു.